ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തന്തൂരി ചായയാണ്. തന്തൂരി ചായ എന്ന് നിങ്ങളിൽ മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാകില്ല. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ സാധാരണ ചായ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചായ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേ കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ചായപ്പൊടിയും 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1 ഏലക്കയുമാണ്. ഇനി നമുക്കിത് സാധാരണ ചായ തിളപ്പിച്ചെടുക്കുന്നത് പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ ചായ തിളച്ച് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു മഡ് കപ്പാണ്. സാധാരണ തന്തൂരി ചായ ഉണ്ടാക്കുമ്പോൾ കപ്പ് കനലിലിട്ടിട്ട് ചൂടാക്കി എടുക്കാറാണ്. അപ്പൊ ഇതിനേക്കാളും എന്തായാലും ടേസ്റ്റ് ഉണ്ടാക്കും. ഇത് തൽക്കാലം നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു തന്തൂരി ചായ ഉണ്ടാക്കാനാണ് ഇതുപോലെ കപ്പ് ചൂടാക്കി എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഈ ഒരു തീയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചായ അരിച്ച് വേറൊരു കപ്പിലേക്ക് മാറ്റാം. അപ്പൊ നമ്മൾ മഡ് കപ്പ് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതുപോലൊരു പാത്രം വെച്ച് അതിലേക്ക് ഈ ചൂടാക്കിയ മഡ് കപ്പ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടായിരിക്കുന്ന മഡ് കപ്പിലേക്ക് വേണം ഈ ഒരു ചായ ഒഴിച്ചു കൊടുക്കാൻ. ആ ഒരു കപ്പ് നിറഞ്ഞ് കവിയുന്ന രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഈ ഒരു ചായ നിറഞ്ഞ് കവിയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ അടിയിൽ ഒരു പാത്രം വെച്ചത്. ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തന്തൂരി ചായ റെഡിയായി. ഇനി ഇത് നമുക്ക് വേറൊരു കപ്പിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. നമ്മൾ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയ മഡ് കപ്പിലോട്ട് ചായ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ മഡ് കപ്പിന്റെ ടേസ്റ്റ് കൂടി ആ ഒരു ചായക്ക് കിട്ടും.